ഇബ്രാഹിം റോസ കർണാടകയിലെ ബീജാപൂരിലെ ഏറ്റവും മനോഹരമായ സ്മാരകങ്ങളിൽ ഒന്ന്. ഇതിന്റെ സുന്ദരമായ ആകൃതിയും സമതുലിതമായ രൂപകൽപ്പനയും കാരണം ഇതിനെ സൗത്ത് ഇന്ത്യയിലെ താജ്മഹൽ എന്ന് പറയപ്പെടുന്നു. ബീജാപൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് ഇബ്രാഹിം റോസ. അകലിൽ നിന്ന് തന്നെ കാണാം താജിന്റെ പ്രൗഢിയോടെ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഇബ്രാഹിം റോസയുടെ ഭംഗി. കറുത്ത താജ്മഹൽ എന്നും ഡെക്കാനിന്റെ താജ് എന്നും ഇതറിയപ്പെടുന്നു. ടിക്കറ്റ് എടുത്ത് അതിമനോഹരമായ പൂന്തോട്ടത്തിലൂടെ നടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഒറ്റനോട്ടത്തിൽ മധ്യഭാഗത്തുള്ള പ്രവേശന കവാടം കണ്ടപ്പോൾ ഹൈദരാബാദിലെ ചാർമിനാറിന്റെ തനി പകർപ്പാണെന്ന് തോന്നിപ്പോകും. രൂപഘടനയിലെ സാദൃശ്യതയും ബാഹ്യഭാഗങ്ങളുടെ സമാനതയുമാണ് കാരണം. ഈ കവാടത്തിലൂടെ അകത്ത് പ്രവേശിച്ചാൽ വിശാലമായ മൈതാനത്ത് നിർമ്മാണകലയിലെ ഔന്നത്യം വിളിച്ചറിയിക്കുന്ന രണ്ട് സ്മാരകങ്ങൾ. ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ ഈ മനോഹരമായ സ്മാരകത്തിന്റെ നിർമ്മാണം തുടങ്ങിയതെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ താജ് സുൽത്താനയാണ് ഇതിനെ പൂർത്തീകരിച്ചതെന്ന് ചരിത്രം. രണ്ട് കെട്ടിടങ്ങളുടെയും ഇടയിൽ അലങ്കാരവേലകൾ ചെയ്ത ഒരു കുളവും ജലധാരയും ഉണ്ട്. ഞാനുള്ളത് ഇബ്രാഹിം റോസയുടെ അകത്താണ്. ഇവിടെ ഒരു വശത്ത് ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ താജ് സുൽത്താനയുടെയും മക്കളുടെയും ഖബറുകളും മറ്റൊരു വശത്ത് പള്ളിയുമാണുള്ളത്. ആദിൽ ഷാഹി രാജകുടുംബത്തിന്റെ വാസ്തുവിദ്യ പ്രഭാവത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇബ്രാഹിം റോസ. ഇവിടെയാണ് ഖബറുകളുള്ളത്. ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ, ഭാര്യ താജ് സുൽത്താന, മകൾ, രണ്ട് ആൺമക്കൾ, സുൽത്താന്റെ മാതാവ് തുടങ്ങിയവരുടെ ഖബറുകളാണ് ഇവിടെയുള്ളത്. ഈ കുടീരത്തിന്റെ ചുമരുകളും വാതിലുകളും മുഴുവനും ഖുർആൻ വാക്യങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് പൊള്ളുന്ന ചൂട് പുറത്തുണ്ടായിട്ടും അകത്തളം നല്ല തണുത്ത അന്തരീക്ഷമാണ്. തൊട്ടപ്പുറത്തുള്ള കെട്ടിടമാണ് പള്ളി. ഇവിടെ നിസ്കാരങ്ങളൊന്നും നടക്കാറില്ല. പെരുന്നാൾ, മുഹറം പോലത്തെ പ്രത്യേക ദിനങ്ങളിൽ മാത്രമാണ് ഈ പള്ളിയിൽ നിസ്കാരം നടക്കാറ്. മനോഹരമായ കമാനങ്ങൾക്കും ഹാളുകൾക്കും വലിയ താഴികക്കുടങ്ങളുണ്ട്. താമര ദളങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന താഴികക്കുടം 24 മീറ്റർ നീളമുണ്ട്. കമാനങ്ങൾക്ക് മുകളിൽ ഓരോ വശത്തും 6 ചെറിയ ഗോപുരങ്ങളും ഉണ്ട്. മനോഹരമായ ഇബ്രാഹിം റോസയിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ബീജാപൂരിലെ മറ്റു സ്മാരകങ്ങളുടെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.